പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നാം എല്ലാവരും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളുടെ മുഴുവൻ വശങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ശ്രദ്ധയോടെയും താൽപര്യത്തോടെയും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം. ജീവിതത്തിന്റെ സാക്ഷാൽ ഉദ്ദേശ്യം അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതായിരിക്കണം. ഈ അടിസ്ഥാനത്തിൽ നമ്മുടെ മുഴുവൻ ജീവിതത്തെയും പരിശോധിക്കുവാനും അതിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനും ശ്രദ്ധിക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ നാഥൻ. അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിസ്ഥിതിയെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കണം എന്നുദ്ദേശിക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുമ്പിൽ 3 തരം ബന്ധങ്ങളുണ്ട് എന്ന് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് നമ്മളും നമ്മുടെ റബ്ബും തമ്മിലുള്ള ബന്ധമാണ്. നമ്മളും നമ്മുടെ പടച്ചവനും തമ്മിലുള്ള ബന്ധം. അതിന് കുറെ വിശദാംശങ്ങളുണ്ട്. അതേപ്പറ്റിയല്ല ഇപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് മനുഷ്യ സമൂഹം എന്ന നിലക്ക് നമ്മുടെ സഹജീവികളുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. മനുഷ്യ സമൂഹത്തിലെ പരസ്പര ബന്ധങ്ങളിൽ ഏറ്റവും ആദ്യം പരിഗണിക്കപ്പെടേണ്ടത് മാതാപിതാക്കളോടുള്ള ബന്ധവും കടപ്പാടുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് പിന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായിട്ടുള്ള ബന്ധവും എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇസ്ലാം നമുക്ക് അധ്യാപനങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു വിഷയം ഒരു മനുഷ്യനും അവൻ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധമാണ്. വേണമെങ്കിൽ ഈ മൂന്നാമത്തതിനെ രണ്ടാമത്തതിന്റെ ഭാഗമാക്കിയിട്ടും നമുക്ക് പറയാം. ഒന്ന് സൃഷ്ടാവുമായിട്ടുള്ള ബന്ധമാണ്, രണ്ടാമത്തത് സൃഷ്ടികളുമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെയും വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജന്തു ജീവജാലങ്ങളിലേക്കും പോയിക്കൊള്ളണമെന്നില്ല. അത് മനുഷ്യരിൽ പരിമിതമാവുകയും പടച്ചവനെക്കുറിച്ചും പടപ്പുകളെക്കുറിച്ചും മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതും ആകുലപ്പെടേണ്ടതുമുള്ളൂ എന്ന ഒരു മാനസികാവസ്ഥ വളരുകയും ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. ആ വശവും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യന്റെ മുമ്പിലും 3 തരം ബന്ധങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഏതൊക്കെ ബന്ധങ്ങളെ ഏതു വിധത്തിലൊക്കെ കൂട്ടിച്ചേർക്കാനാണോ റബ്ബ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനെ യഥാവിധി കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്നവരാണ്, അതിനെ മുറിച്ചു കളയുന്നവരല്ല സത്യവിശ്വാസികൾ എന്നതാണ്. അപ്പൊ ഇതിലെ ഈ മൂന്നാമത്തെ ഇനത്തിൽ നമ്മൾ എണ്ണിയ മനുഷ്യനും അവന്റെ ആവാസ വ്യവസ്ഥയും തമ്മിൽ ഉള്ള ബന്ധം, കടപ്പാട് ഏതു സ്വഭാവത്തിലായിരിക്കണം, ഇതേ സംബന്ധിച്ച് സമൂഹത്തിൽ പലതരത്തിലുള്ള ധാരണകളുമുണ്ട്. നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന വൈജ്ഞാനിക ശാഖ, സാമ്പത്തിക ശാസ്ത്രം എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്നതിന് അവർ നൽകിയിട്ടുള്ള വിവരണം അല്ലെങ്കിൽ നിർവചനം അടിസ്ഥാനപരമായി ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ പരിമിതമാണ്. അതേസമയം മനുഷ്യന്റെ ആവശ്യങ്ങൾ അനിയന്ത്രിതമാണ്. അപ്പൊ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് അനിയന്ത്രിതമായ ആവശ്യങ്ങളെ എങ്ങനെ പൂർത്തീകരിക്കാം, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, ഇതിന്റെ പരമാവധി തൃപ്തി ഓരോരുത്തർക്കും കിട്ടണം.
അതായത് പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് സമൂഹത്തിലെ എല്ലാ മനുഷ്യരുടെയും അനിയന്ത്രിതമായ ആഗ്രഹങ്ങളെ എങ്ങനെ പരമാവധി തൃപ്തിപ്പെടുത്താൻ പറ്റും, ഇതേ സംബന്ധിച്ചുള്ള പഠനവും ഗവേഷണവും അതിന്റെ പദ്ധതിയും പരിപാടിയുമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അവർ അതിന് നൽകിയിട്ടുള്ള വിശദീകരണം. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇവിടെ രണ്ട് പ്രയോഗമുണ്ട്. ഒന്ന്, വിഭവങ്ങൾ പരിമിതമാണ്. പ്രകൃതിയിൽ വിഭവങ്ങൾ പരിമിതമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം ഈ പരിമിതമായ വിഭവങ്ങളുടെ ഉപയോഗം പടച്ചതമ്പുരാൻ നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണെങ്കിൽ വിഭവക്കമ്മി എന്ന് പറയുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാവുകയില്ല. അപ്പോ വിഭവങ്ങൾ പരിമിതമാണെന്ന് പറയുകയും ആവശ്യങ്ങൾ അനിയന്ത്രിതമാണെന്ന് സിദ്ധാന്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത്. വിഭവങ്ങൾ പരിമിതമാണ്, അല്ലെങ്കിൽ വിഭവങ്ങൾ ഉണ്ട് ഇവിടെ, ആവശ്യങ്ങളുമുണ്ട് ഇവിടെ. ഈ ആവശ്യങ്ങൾക്ക് അതിരടയാളങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടോ, അതല്ല മനുഷ്യന്റെ ആഗ്രഹാഭിലാഷങ്ങൾ അനിയന്ത്രിതമായി അങ്ങ് കയറൂരി വിട്ടിരിക്കുകയാണോ? കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ മനുഷ്യനെ ആക്കി തീർത്തു, കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ മനുഷ്യനെ ആക്കി തീർത്തു എന്നതാണ് ഭൗതികത ലോകത്ത് സൃഷ്ടിച്ച എല്ലാ കുഴപ്പങ്ങളുടെയും സാക്ഷാൽ കാരണം. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ എന്ന് നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ആയത്ത് തുടങ്ങുന്നത്, അള്ളാഹു പറഞ്ഞു തുടങ്ങുന്നത് ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ പ്രകൃതിയിലെ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, ഇതിനൊരു യജമാനനുണ്ട്. ഇത് വഴിവക്കിൽ നിന്ന് കിട്ടിയ പണപ്പെട്ടി പോലെയല്ല, CCTVയുടെ ക്യാമറയുടെ വരുതിക്കകത്ത് വരാത്ത ഏതോ ഒരു വഴിവക്കിൽ വെച്ച് ഒരുത്തനൊരു പണപ്പെട്ടി കിട്ടിയിരിക്കുകയാണ്. അയാൾക്ക് ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല. ഇതങ്ങനെയല്ല, ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട്. അതുകൊണ്ട് ഒരു ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്തമുള്ള പൗരനെയാണ് ഇസ്ലാം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. പരിസ്ഥിതിയെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളും മനുഷ്യന്റെ ജീവിത വീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ പ്രകൃതി, ഈ പ്രപഞ്ചം, ഈ ആവാസ വ്യവസ്ഥ, ഇതിനൊരു ഉടമയുണ്ടെന്നും ആ ഉടമയ്ക്ക് ചില നിയന്ത്രണങ്ങളുണ്ടെന്നും ആ നിയന്ത്രണങ്ങൾക്ക് ഞാൻ വിധേയനാകേണ്ടതുണ്ടെന്നുമുള്ള ബോധം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹം ഉത്തരവാദിത്തമോ ബോധമുള്ള ഒരു പൗരനായിരിക്കും. നേരെ മറിച്ച് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന മുതലാളിത്ത മനസ്ഥിതിയാണ് ഒരു മനുഷ്യനുള്ളതെങ്കിൽ അയാൾ പരമാവധി ഇതിനെ കൊള്ളയടിക്കാൻ ശ്രമിക്കും എന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഈ പ്രകൃതി ഓരോ ജീവിത വീക്ഷണവും, ജീവിതത്തെ സംബന്ധിച്ച ഓരോ കാഴ്ചപ്പാടും ഈ പ്രകൃതിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിക്ക് അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുഴപ്പങ്ങൾ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പടച്ച തമ്പുരാൻ ഇതിനെയൊക്കെ സംവിധാനിച്ചപ്പോൾ തന്നെ കണ്ടറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പടച്ച തമ്പുരാൻ നമുക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്താണ് മുന്നറിയിപ്പ്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യകരങ്ങളുടെ പ്രയത്നഫലമായിട്ട് ഈ കരക്കൊരു താളമുണ്ട്, കടലിനും ഒരു താളമുണ്ട്. ഈ താളമൊക്കെ തെറ്റിച്ച് അത് മുഴുവൻ നാശത്തിലകപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യ മക്കൾ എന്ന് വിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നുണ്ട്. അങ്ങനെ നാശത്തിലകപ്പെടാതിരിക്കണമെങ്കിൽ എന്തു വേണം? നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ച ഈ മൂന്ന് ബന്ധങ്ങളെയും അതിന്റെ കൃത്യതയോടെ, അതിന്റെ ഗൗരവത്തോടെ നാളെ പടച്ചവന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്ന ബോധത്തോടെ പ്രയോജനപ്പെടുത്തണം. ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർജീവമായി കിടക്കുന്ന, നീണ്ട് പരന്ന് ഉയർന്ന് അന്തരീക്ഷത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഉഹദ് പർവ്വത നിരകളെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ നിശ്ചയമായും ആ ഉഹദ് മല നമ്മൾ നുഹിബ്ബുഹു വയുഹിബ്ബുന, നമ്മൾ അതിനെ സ്നേഹിക്കുന്നു, അത് നമ്മെയും സ്നേഹിക്കുന്നു. അപ്പോ മനുഷ്യന് ഈ പ്രകൃതി, ഇവിടെയുള്ള ഈ സംവിധാനം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് നേരത്തെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു. മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു തലമുറക്ക് മാത്രമായിട്ടുള്ളതല്ലല്ലോ, ഇത് വരും തലമുറകൾക്ക് കൂടി ബാക്കി വെക്കേണ്ടതാണ്. അപ്പൊ ഇത് സമൂഹത്തിൽ മുൻകാലത്തെ പ്രവാചകന്മാരുടെ പ്രബോധനം നമ്മൾ പരിശോധിക്കുമ്പോ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കിയ അമ്പരചുംബികളായ സൗധങ്ങൾ മലകളിൽ തുരന്ന് കൊത്തുപണികളാൽ അത്യധ്വാനം ചെയ്ത് ഉണ്ടാക്കി വെച്ച സമൂഹങ്ങളുടെ കഥ പറയുന്നുണ്ട്.
ഇറമദാത്തിൽ ഇമാദ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ അത് വിസ്തരിച്ചു പറയുന്നുണ്ട്. ഞാൻ അതിന്റെ ആ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. അപ്പോ ഈ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച ഈ ജനസമൂഹത്തിന്റെ നിർമ്മിതികളുടെ രീതി, അത് ഉണ്ടാക്കുന്ന അനർത്ഥങ്ങൾ, ഭൂമിയിൽ അവർ പ്രകടിപ്പിക്കുന്ന അഹംത, ഇതെല്ലാം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന് വഴിപ്പെടണം എന്ന പ്രവാചകന്റെ ആഹ്വാനത്തിൽ ഇതിനെയൊക്കെ അല്ലാഹു അവനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെയും ഒരു ഇബാദത്തിന്റെ ഒരു തലമുണ്ട്. ഇബാദത്തിന്റെ തലം അള്ളാഹുവിനോടുള്ള ഇടപാടുകളിൽ മാത്രമല്ല, ഇബാദത്തിന്റെ തലം മനുഷ്യരോടുള്ള ഇടപാടുകളിലുണ്ട്. ഇബാദത്തിന്റെ തലം ഈ ആവാസ വ്യവസ്ഥയോടുള്ള വ്യവഹാരങ്ങളിലുമുണ്ട്. അതുകൊണ്ട് ഇത്തരം സമൂഹങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യം എപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾ ഖുർആനിലേക്ക് നോക്കൂ. അപ്പോൾ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം. അത്തരം പ്രവാചകന്മാർ അതത് ജനതകളോട് എന്താണ് പറഞ്ഞത്? ഫത്തഖുല്ലാഹ വഅതിഊൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ ജീവിത മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ ആരെ അനുസരിക്കണം, ആരെ അനുസരിച്ചുകൂടാ, ആർക്ക് അടിമപ്പെടണം, ആർക്കൊക്കെ അടിമപ്പെട്ടുകൂടാ, ഇതൊക്കെ തീരുമാനിക്കുന്നതിൽ ഫത്തഖുല്ലാഹ വഅതിഊൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതെങ്ങനെ എന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് കാണിച്ചു തരാൻ അള്ളാഹു ചുമതലപ്പെടുത്തി അയച്ച ഒരു ദൂതൻ എന്ന നിലക്ക് വഅതിഊൻ എന്ന് നിങ്ങൾ അനുസരിക്കണം. ഫത്തഖുല്ലാഹ വഅതിഊൻ വലാ തുതീഉ അംറൽ മുസ്രിഫീൻ, നിങ്ങൾ ധൂർത്തരുടെ വഴി പിൻപറ്റരുത്. വലാ തുതീഉ അംറൽ മുസ്രിഫീൻ അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ, അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുള്ളൂ, ഒരു ഇസ്ലാഹും ഉണ്ടാക്കരുത്. വലാ തുഫ്സിദു ഫിൽ അർളി മിൻ ബഅദി ഇസ്ലാഹിഹാ, ഭൂമിയെ അതിനെ നന്നാക്കിയതിനു ശേഷം അതിനെ നാശത്തിലേക്ക് വലിച്ചെറിയരുത്, തള്ളിവിടരുത്. ഇത്തരം ആഹ്വാനങ്ങൾ ഈ അതിരുവിട്ട പരിധി വിട്ട് അഹന്ത പ്രകടിപ്പിച്ച് ജീവിച്ച ജനസമൂഹങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ഭാഗമായി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ടും ആ ജനത അഹന്ത അവസാനിപ്പിച്ചില്ല. അങ്ങനത്തെ ഘട്ടത്തിൽ അവർക്ക് കഠോരമായ ശിക്ഷയിറങ്ങി ഭൂമുഖത്തിൽ നിന്ന് തന്നെ അവരെ തുടച്ചുമാറ്റിയതിന്റെ മുന്നറിയിപ്പുകളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. ആ മുന്നറിയിപ്പുകളുടെ തുടർച്ചയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ മാതിരി മനുഷ്യകരങ്ങളുടെ പ്രയത്നഫലമായി കരയിലും കടലിലും നാശം വിതറിയിരിക്കുന്നു എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചിട്ടകൾ മുറുകെ പിടിക്കണം, എന്തൊക്കെ മര്യാദകൾ പാലിക്കണം, ഈ പ്രകൃതി വിഭവങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, ഇതിനുള്ള വളരെ കൃത്യമായ അധ്യാപനങ്ങൾ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിന്റെ ഓരോ വശവും വിശദീകരിക്കുക ഈ കുറഞ്ഞ നേരത്തെ ഒരു ഉത്ബോധനത്തിൽ സാധ്യമല്ല. ഞാൻ അതിന്റെ ഒരു പൊതുവായ ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നമ്മൾ ആ വഴിയെയും ചിന്തിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസിയുടെ ഒരു പ്രത്യേകത എന്താണ്? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരുടെ ഗുണവിശേഷങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നത് കാണാൻ സാധിക്കും. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ, അവർ ചെലവഴിക്കുകയാണെങ്കിൽ, അവര് ചെലവഴിക്കുന്നതിൽ ഒന്നും ചെലവഴിക്കാതെ എല്ലാം കെട്ടിപ്പൂട്ടി വെക്കുന്നവരല്ല അവർ. അതേസമയം അവർ ധാരാളിത്തം കാണിക്കുന്നവരുമല്ല. വല്ലദീന ഇദാ അൻഫഖൂ, അവർ ചെലവഴിച്ചാൽ ലം യഖ്തുറു, അവര് അതിനെ അമിതത്വം കാണിക്കുകയോ ഇസ്രാഫ് കാണിക്കുകയോ പിശുക്ക് കാണിക്കുകയോ ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകാന ബൈന ദാലിക ഖവാമ, അവർ അതിന്റെ ഇടയിൽ ഒരു മിതമായ, ഒരു സന്തുലിതമായ നിലപാട് കൈക്കൊള്ളും. അപ്പൊ ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അത് മനുഷ്യർക്കുള്ളതാണ്. പക്ഷെ ഇത് ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു മിതത്വം എല്ലാവരും പുലർത്തുകയാണെങ്കിൽ എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ വിഭവക്കമ്മിയില്ല. മിതത്വം പ്രകടിപ്പിക്കുന്നില്ല, വ്യാമോഹത്തിന്റെ പിന്നാലെയാണോ ഓരോരുത്തരും പോകുന്നതെങ്കിലോ ഒരാളെ തൃപ്തിപ്പെടുത്താൻ തന്നെ ഈ പ്രകൃതിയിലെ മുഴുവൻ വിഭവവും കിട്ടിയാലും മതിയാവുകയുമില്ല.
ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇസ്ലാം സത്യവിശ്വാസിയുടെ കാഴ്ചപ്പാടുകളെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ്. മനുഷ്യൻ ഈ വ്യാമോഹിയാവുകയും തനിക്ക് താൻ പോന്നവനാണെന്ന് കരുതുകയും ചെയ്യുന്ന ഒരവസ്ഥ, ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് ആളുകളിൽ എത്ര കണ്ട് ചേക്കേറുന്നോ അത്ര കണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പും നമുക്ക് നൽകുന്നുണ്ട്. വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ വയുശ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി വഹുവ അലദ്ദുൽ ഖിസാം വഇദാ തവല്ല സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. വമിനന്നാസി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ. മനുഷ്യരിൽ ഒരു വിഭാഗമുണ്ട്, ഈ ഐഹിക ജീവിതത്തിന്റെ ഈ പളവളപ്പുണ്ടല്ലോ, ഇതിന്റെ ഈ മനോഹാരിതയുണ്ടല്ലോ, ആരെയും ഹഠാതാകർഷിക്കാനുള്ള ഐഹിക ജീവിതത്തിന്റെ ഈ ശേഷിയുണ്ടല്ലോ, അതിൽ പഠിച്ച് അതിൽ ഗവേഷണം നടത്തി അത് പൊലിപ്പിച്ച് അതിൽ അതിന്റെ അസാധാരണമായ അവതരണ പാഠവത്തോടെ അത് അവതരിപ്പിച്ച് ആളുകളെ തന്നെ ആകെ അന്താളിപ്പിച്ചു പോകുന്ന കുറെ ആളുകളുണ്ട്. ഇതാണ് അല്ലാഹു പറയുന്നത്, വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ. ഈ ഇഹലോക ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ നിറം പിടിപ്പിച്ച വർണ്ണനകൾ കേട്ടാൽ നീ അന്താളിച്ചു പോകും. എന്നിട്ട് അവര് നമ്മളുടെ ഗുണകാംക്ഷിയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് നടത്തുന്ന ശ്രമമുണ്ടല്ലോ, യുശ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബി. അവര് നമ്മളോടുള്ള ഗുണകാംക്ഷ മൂലമാണ് ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതും എന്ന് ദൈവത്താണ്. നിങ്ങൾക്കും ഒരവസരം ലഭിക്കുമാറാവട്ടെ, നിങ്ങളെയും ഭാഗ്യദേവത തുണക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ. അപ്പോ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ മനുഷ്യരെ വ്യാമോഹങ്ങളിൽ അകപ്പെടുത്തുന്നു, അനിയന്ത്രിതമായ വാഗ്ദാനങ്ങൾ നൽകുന്നു, ജീവിതത്തിലെ ഉത്തരവാദിത്ത ബോധം ഉള്ള പൗരന്മാരെ വെറും ഒരു പൂരപ്പറമ്പിലെ ഒരു ഉത്സവപ്പറമ്പിലെ കുട്ടികളുടെ മാനസികാവസ്ഥയിലേക്ക് മാറ്റുന്നു, പല വാഗ്ദാനങ്ങളും നൽകിയിട്ട്. ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്. ഈ ഐഹികതയുടെ ഈ വാരിവിതറിൽ ആരും പെട്ടുപോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇദാ തവല്ല. തവല്ല എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം പറയാം. ഒന്ന് അബസ വ തവല്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ പിന്തിരിഞ്ഞു. പക്ഷെ ഇവിടെ ആ അർത്ഥത്തിന് പ്രസക്തിയില്ല. അപ്പൊ ഇദാ തവല്ല, അവർക്ക് ഭരണമേൽപ്പിക്കപ്പെട്ടാൽ, അധികാരം അവരുടെ കയ്യിൽ വന്നാൽ, ഇദാ തവല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്ക് അധികാരം കിട്ടിയാൽ അവർ അതിശീഘ്രം മുന്നേറുന്നത് ഏതു വഴിക്കാണ്? ലിയുഹ്ലികൽ ഹർസ വന്നസ്ൽ, കാർഷിക വിളകളെയും മനുഷ്യവംശാവലികളെയും നശിപ്പിക്കാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അന്തക വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു കോർപ്പറേറ്റുകൾ വികസിപ്പിച്ചെടുക്കുന്ന വിത്തിനങ്ങളാണ്. പരുത്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കർഷകർ വ്യാപകമായിട്ട് അവരുടെ ജീവിതായോധന മാർഗമായിട്ട് സ്വീകരിക്കുന്ന വിത്തിനങ്ങൾ, ആ വിത്തിനങ്ങളിൽ ഇവർ പുതിയ ഗവേഷണം നടത്തുകയാണ്. എന്നിട്ട് അവരുടേതായ അതിന്റെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുകയാണ്. മാറ്റം വരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നീട് അതിന് ഉൽപാദന ശേഷി ഉണ്ടാവില്ല, പ്രത്യുൽപാദന ശേഷി ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ആ പരുത്തിയുടെ കുരുവാണ് വാങ്ങിയിട്ട് കർഷകർ കൃഷി ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് വിത്തെടുത്ത് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം വിളവിറക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യവും ഇതേ കമ്പനിയുടെ വിത്ത് വാങ്ങണം. എന്നു മാത്രമല്ല, ഈ കമ്പനിയുടെ വിത്ത് ഉപയോഗിച്ച് കൃഷി നടത്തിയ ആ ചെടികളിൽ നിന്ന് സാധാരണ കർഷകർ കൃഷി ചെയ്യുന്ന ആ ചെടികളിലേക്ക് പരാഗണം നടന്നു എന്ന് സങ്കല്പിക്കാം. അങ്ങനെ പരാഗണം നടന്നാൽ ആ ചെടികളുടെയും പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടും. ഇതിനനുസരിച്ച് ഈ വിത്ത് ഡിസൈൻ ചെയ്ത് വിപണിയിലിറക്കിയ കമ്പനി ഏതോ അവർക്ക് അവരുടെ ചൊൽപ്പടിയിൽ മുഴുവൻ കാർഷിക മേഖലയും വരും. പിന്നെ ഈ കമ്പനിയാണ് ഈ വിത്തിന്റെ വില തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ ഭൂമിയിൽ മണ്ണിനോട് മല്ലടിച്ച് ഉപജീവനം കണ്ടിരുന്ന തലമുറകളുടെ നിലനിൽപ്പിന്റെ തന്നെ ആധാരമായ ഒരു കാർഷിക വിളയെ നശിപ്പിക്കാൻ ഈ ജനിതക ഘടനയിലുള്ള ഒരു ഇടപെടൽ മതി എന്ന് നിങ്ങൾ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല 1400-ലേറെ സംവത്സരങ്ങൾക്ക് മുമ്പ് ഇദാ തവല്ല സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ അല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അങ്ങനെ അവര് അതിവേഗം മുന്നോട്ട് പോകുന്നത് കാർഷിക മേഖലകളെയും തലമുറകളെയും നശിപ്പിക്കാനാണ്.
ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ രീതി, നമ്മളുടെ ജീവിത ശൈലി, നമ്മളുടെ ഉപഭോഗശീലം, നമ്മൾ ശ്വസിക്കുന്നതും കാണുന്നതും കുടിക്കുന്നതുമൊക്കെ ഇത്രയും മലീമശമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റിയെടുത്തത് ആര് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ കൂടി ചേർന്നതാണ് ഒരു സത്യവിശ്വാസി തിരിച്ചറിയേണ്ട അവന്റെ പരിസ്ഥിതി ബോധം. അതിന്റെ മറ്റു ചർച്ചകളിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. നിങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടി 2 ഹദീസുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. വളരെ ലളിതമായ 2 ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നബി സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പലരും വുളു ചെയ്യുന്നത് പോലെ നമ്മളിപ്പോൾ ടാപ്പ് തുറന്നിട്ടിട്ട് അപ്പുറത്ത് വുളു എടുക്കാൻ തുടങ്ങുമ്പോഴാണ് അപ്പുറത്ത് സുഹൃത്ത് വന്നത്. അപ്പൊ ഈ ടാപ്പ് തുറന്നിട്ടിട്ട് വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളെ മറ്റേ പരിചയപ്പെടുന്നതും അയാളെ കുശലം പറയുന്നതും, അല്ലെങ്കിൽ ചില ആളുകൾ ബ്രഷ് ചെയ്യുന്നത്. വളരെ വളരെ നിരുത്തരപരമായി വെള്ളം ഉപയോഗിക്കുന്ന ധാരാളം ആളുകളെ കാണാം. നമ്മുടെ ഇടയിലൊക്കെ കാണാം, നമ്മുടെ വീടുകളിൽ കാണാം. ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു അമൂല്യമായ നിധിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല കൈകാര്യം ചെയ്യുന്നത്. അപ്പോ എന്താ വിഷയം? സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒളു എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ അവരുടെ ഒരു സംവിധാനത്തിൽ നിന്നായിരിക്കും ആ ഒളു എടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുക്കലൂടെ നടന്നുപോയപ്പോ മാ ഹാദ സറഫ് യാ സഅദ്, ഓ സഅദ്, അതൊരു വല്ലാത്ത ദൂർത്ത് തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഈ ഒളുവിൽ നിന്ന് വിരമിച്ചപ്പോ അഫിൽ വുളൂഇ സറഫുൻ, ഈ ഒളുവിലും ഉണ്ടോ ഈ ദൂർത്ത്? ഒളു ഒരു ദീനിയായ നല്ല കാര്യമല്ലേ? അതിനുവേണ്ടി കഴുകിയോടെ തന്നെ കഴുകി, നന്നായി കഴുകി. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹൗദിലൊക്കെ? പണ്ടത്തെ ഹൗദുള്ളപ്പോ ആളുകൾ വന്നിട്ട് ഹൗദിൽ ഇങ്ങനെ കണ്ട് കൈകൊണ്ട് കോരിയിട്ടിട്ട് 4 പ്രാവശ്യം മറിച്ചിട്ട് 5ാമത്തെ പ്രാവശ്യമാണ് മുഖത്തേക്ക് വെള്ളം കൊണ്ടുവരുന്നത്. കോരി മറിച്ചിട്ട് പൈപ്പ് ആണെങ്കിൽ കഴുകുന്നതും അങ്ങനെ തന്നെ, ഇങ്ങനെ ഉപയോഗിക്കുന്നതിന്. അപ്പോ സഅദ് ചോദിക്കാണ് അഫിൽ വുളൂഇ സറഫുൻ, ഈ വുളൂവിന്റെ വിഷയത്തിലുണ്ടോ ദൂർത്ത്? ദൂർത്ത് എന്നൊക്കെ പറഞ്ഞാൽ ദീനുമായിട്ട് ഒന്നല്ലാത്ത വേറെ ഒരു ലോകല്ലേ. ഈ വുളൂവിന്റെ കാര്യത്തിൽ എന്ത് ദൂർത്ത്? ഇതാണ് ചോദ്യം, സഅദിന്റെ ചോദ്യം. നിങ്ങൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ? നഅം, അതെ അതെ സഅദേ, നീ മനസ്സിലാക്കണം. വലൗ ഫീ നഹരിൻ ജാരിൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയിൽ നിന്നാണെങ്കിലും സഅദേ വുളൂവിന് അത്യാവശ്യം വേണ്ട വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതാണ് ഒരു ഹദീസ്. 2ാമത്തെ ഹദീസ്, ഇൻ ഖാമത്തിസ് സാഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ത്യദിനത്തിന്റെ അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടു. ഓഫി യദി അഹദികും ഫസീല, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു തൈ, ഒരു ചെറിയ ഒരു തൈ ഉണ്ട്. നിങ്ങൾക്ക് ആ തൈ നടാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് അവിടുന്ന് അതൊന്നങ്ങ് നട്ടുപോവാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ? എങ്കിൽ നിങ്ങൾ അതിനെ നടണം. അന്തിമകാലത്തിൽ ഊളപ്പെട്ടു, എല്ലാം തകരാൻ പോവുകയാണ്. യസ്അലൂനകാനിൽ ജിബാൽ, വലിയ വലിയ ഗംഭീരങ്ങളായ പർവ്വതങ്ങളെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ അല്ലാഹ് പറയാണ്, നിങ്ങൾ ഈ കാണുന്ന പർവ്വതങ്ങളൊക്കെ ഇല്ലേ, സൂറിൽ അങ്ങോട്ട് ഊതപ്പെട്ടാൽ എന്റെ റബ്ബ് അതിനെ പൊടിപൊടിച്ച് പറപറത്തും. അപ്പൊ അത്രയും വമ്പിച്ച സംഗതി നേരത്തെ ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ വിശ്വാസി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട്. ആ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. ഇതാ ഇൻ ഖാമത്തിസ് സാഅ, അന്ത്യദിനത്തിന്റെ കാഹളം ഊതപ്പെട്ടു, ലോകം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ അവസാനത്തെ മുഅ്മിനിന്റെ മുസ്ലിമിന്റെ കയ്യിൽ ഒരു തൈ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ലോകം അവസാനിക്കാൻ പോവല്ലേ, ഇനിയിപ്പോ എന്തിനാ തൈ നടുന്ന് എന്ന് വിചാരിച്ചിട്ട് നടാതിരിക്കരുത്. നട്ടിട്ട് പോകാൻ പറ്റുമോ എങ്കിലും നടണം. ഈ 2 ഹദീസുകളെ കുറിച്ച് നിങ്ങളൊന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കൂ. ഈ 2 ഹദീസുകളെ സംബന്ധിച്ച് നിങ്ങൾ ശാന്തമായി ചിന്തിച്ചു നോക്കൂ. ഇത് 2 സാധു ഹദീസുകളല്ല, ഇത് 2 നിലപാടുകളാണ് എന്നൊക്കെ കാണാൻ പറ്റും. ഒന്നാമത്തത് എന്താണ്? പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ ഇങ്ങോട്ടെടുക്കുകയാണ്. നമ്മുടെ ഒരു ആവശ്യത്തിന് പ്രകൃതി വിഭവത്തെ ഉപയോഗപ്പെടുത്താണ്. അതാണല്ലോ ഒളു എന്ന് പറയുന്നത്. വെള്ളം ഉപയോഗിച്ച് ഒളു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ആവശ്യത്തിന് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. അത് പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്താൻ അനുവദിക്കപ്പെട്ടതിലെ ഏറ്റവും ന്യായമായ ആവശ്യമാണ് ഒളു. അപ്പൊ പ്രകൃതി വിഭവങ്ങളെ ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തുമ്പോ വളരെ അത്യാവശ്യത്തിനെ ഉപയോഗപ്പെടുത്താവൂ. അതാണ് ഒന്നാമത്തെ ഹദീസിന്റെ പാഠം. രണ്ടാമത്തത് ആവാസ വ്യവസ്ഥയെ അങ്ങോട്ട് പരിപോഷിപ്പിക്കുകയാണ്. ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്ന വിഷയത്തിൽ സത്യവിശ്വാസിയുടെ നിലപാട് അന്തിമകാഹളത്തിൽ ഊതപ്പെട്ടാലും ഒരു തൈ കയ്യിലുണ്ടെങ്കിൽ നടാതെ വിടരുത് എന്നതാണ്.
ഇതിന്റെ രണ്ടിന്റെയും ഈ രണ്ട് ഹദീസുകളും നിങ്ങൾ രണ്ട് വശത്ത് വെച്ചിട്ട് അങ്ങ് ചിന്തിച്ചു നോക്കൂ. അതിനിടയിൽ നിങ്ങൾക്ക് ഒരു സത്യവിശ്വാസിയുടെ ഒരു പാരിസ്ഥിതിക ബോധം കണ്ടെത്താൻ പറ്റും. പ്രകൃതിയെ ഇങ്ങോട്ടെത്ര ഉപയോഗപ്പെടുത്താമെന്നും പ്രകൃതിയെ ഞാൻ അങ്ങോട്ടെത്ര പ്രയോജനപ്പെടുത്തണമെന്നും പരിപോഷിപ്പിക്കണമെന്നും അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യവിശ്വാസികൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിലെ ഇറച്ചിക്കടകളിൽ നിന്ന് വലിയ ചാക്കുകളിലാക്കിയിട്ട് ഈ കോഴി വേസ്റ്റുകൾ കൊണ്ടുപോയി ആരും കാണാത്തിടത്ത് അങ്ങോട്ട് തള്ളിയാൽ എന്റെ കടയും പരിസരവും വൃത്തിയാകും എന്ന് കരുതുന്ന നമ്മുടെ ആ അല്പത്തരമുണ്ടല്ലോ, അതിന്റെയൊക്കെ അടിത്തറയാണ് ഇസ്ലാമിക പരിസ്ഥിതി ബോധം ഒന്നാമതായി കൈവെക്കുന്നത് എന്ന് നമ്മൾ കാണണം. അപ്പൊ വൃത്തിയെക്കുറിച്ച്, ഉത്തരവാദിത്തത്തെക്കുറിച്ച്, ചുമതലാബോധത്തെക്കുറിച്ച്, ഈ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളോടുമുള്ള കടപ്പാടുകളെപ്പറ്റി ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിത വീക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൗരനാവാൻ, പടച്ചവനും പടപ്പുകളോടും ആവാസവ്യവസ്ഥയോടുമുള്ള കടപ്പാടുകൾ യഥാവിധി മനസ്സിലാക്കി നിർവഹിക്കുന്ന ചുമതലാബോധമുള്ള ഒരു മുഅ്മിനാകുവാൻ, ഒരു മുത്തഖിയാകുവാൻ നമുക്ക് കഴിയണം. അത് വലിയ മാറ്റമായിരിക്കും. അല്ലാഹു ആ മാറ്റം നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വീഴ്ചകളും പോരായ്മകളും റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.